പുതുക്കിയ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരുന്നതോടെ അതിന്റെ ഏറ്റവും വലിയ പ്രായോജകർ സ്വകാര്യ മേഖലയിലെ വിദേശികളായിരിക്കും. 82 ലക്ഷത്തിലേറെ വിദേശികളാണ് സ്വകാര്യ മേഖലയിലുള്ളതെന്ന് സാമ്പത്തിക വിദഗ്ധൻ നൈഫ് അൽ ഈദ് ചൂണ്ടിക്കാട്ടി. നിലവിൽ പ്രതിദിനം 8 മണിക്കൂർ വീതം 6 ദിവസമാണ് സ്വകാര്യ മേഖലയിലെ ജോലി സമയം. ഇത് പുതിയ വ്യവസ്ഥ പ്രകാരം 5 പ്രവൃത്തി ദിനങ്ങളായി ചുരുക്കുമ്പോൾ 40 മണിക്കൂറായി ചുരുങ്ങുന്നു. 82 ലക്ഷം തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനം ശരാശരി കണക്കാക്കുമ്പോൾ ഒരു മാസം 2.82 ബില്യൺ റിയാൽ വരും. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നിരക്കിൽ അധിക വർധന വരുത്തിയായിരിക്കും സ്വകാര്യ തൊഴിലുടമകൾ ഈ നഷ്ടം നികത്താൻ ശ്രമിക്കുക. അതിനാൽ നിത്യജീവിത ചെലവിലുണ്ടാകുന്ന വർധനവ് സ്വദേശികളുടെ ജീവിത ചെലവിനെ പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കരാർ സ്ഥാപനങ്ങളിൽ 42 ലക്ഷത്തോളം വിദേശ തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് ആഴ്ചയിൽ അധികമായി നൽകുന്ന ഒരു ദിവസത്തെ അവധിയിലൂടെ സർക്കാർ പദ്ധതികളുടെ സാമ്പത്തിക ബാധ്യതയും വർദ്ധിക്കും. സ്വകാര്യ മേഖലയിൽ പ്രവൃത്തി സമയങ്ങളിലെയും ദിവസങ്ങളിലെയും മാറ്റം രാജ്യത്തുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യതയും സംബന്ധിച്ച് സൗദി ചേംബർ കൗൺസിലിലെ പ്രത്യേക കമ്മിറ്റി നടത്തിയ പഠനത്തിലും ചൂണ്ടിക്കാട്ടിയതായി സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. അതേസമയം വിഷയത്തിൽ തങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നാണ് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ പ്രതീക്ഷ. മീഡിയ 1, റിയാദ്.